രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി, കലിയുഗാന്ത്യത്തിൻ്റെ പുണ്യരാത്രി, കൽമഷമകലുന്ന രാത്രി, രാത്രികളിൽ ശ്രേഷ്ഠമാം രാത്രി, അജ്ഞാനമകലുന്ന രാത്രി. ഓം ശാന്തി. നമ്മുടെ മഹത്തായ ഈ ഭാരതദേശം ദേശീയവും പ്രാദേശികവുമായ ഉത്സവങ്ങൾ ആഘോഷങ്ങളെ കൊണ്ടും സമ്പന്നമായ നാടാണല്ലോ. ഈ ഉത്സവ വേളകളെല്ലാം തന്നെ തദ്ദേശവാസികൾക്ക് ഒരുമിക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും ഈശ്വരനുമായി നമ്മുടെ മനസ്സിനെ വീണ്ടും കൂട്ടിച്ചേർക്കാനും അതിലൂടെ നമ്മുടെ ഉന്മേഷവും ഉത്സാഹവും ഉണർവും വർദ്ധിപ്പിക്കാനുമുള്ള സുവർണ അവസരങ്ങളല്ലേ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു നവരാത്രി കാലം കൂടി നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. നവരാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്ന ചിത്രം ശിവശക്തികള് അസുര നിഗ്രഹം നടത്തുന്ന ചിത്രങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഐതിഹ്യം തന്നെ കഴിഞ്ഞ ചതുർയുഗങ്ങളുടെ അന്തിമ ചരണത്തില് ഈ ലോകം ഒരു മഹാവിനാശത്തിന് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ മധു, കൈഠവൻ ഈ രണ്ട് അസുരന്മാര് എല്ലാ ദേവീദേവന്മാരെയും ബന്ദികളാക്കിയെന്നും ആ സമയത്ത് വിഷ്ണുജി മോഹനിദ്രയിലായിരുന്നു. ബ്രഹ്മാജി ആദി കന്യകയ്ക്ക് ജന്മം കൊടുത്ത് ആ കന്യക വിഷ്ണുവിനെ ഉണർത്തി. മഹാവിഷ്ണു ഉണർന്ന് ഈ മധു, കൈഠവൻ എന്ന രണ്ട് അസുരന്മാരെ നിഗ്രഹിച്ചിട്ട് എല്ലാ ദേവീദേവന്മാരെയും മോചിപ്പിച്ചു എന്നും അവർക്ക് ദേവലോകം തിരിച്ചു കിട്ടിയെന്നും, അങ്ങനെ ദേവലോകം തിരിച്ചു കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി വളരെയധികം ഐശ്വര്യം നിറഞ്ഞ ജീവിതം വീണ്ടും ഈ ഭൂമിയിലുണ്ടായി എന്നുമാണ് ഐതിഹ്യ കഥ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നവരാത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് ഐതിഹ്യങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അസുരന്മാര്. ഒരു ഐതിഹ്യത്തിൽ പറയുന്നത് മഹിഷാസുരൻ ദേവലോകം കീഴടക്കിയ കഥയാണ്. ആദിശക്തിയിലൂടെ മഹിഷാസുരന്റെ മർദ്ദനമാണ്, നിഗ്രഹമാണ് കാണുന്നത്. ചണ്ടമുണ്ട അസുരന്മാരെ നിഗ്രഹിച്ചിട്ട് ദേവലോകം വീണ്ടെടുത്ത കഥയുണ്ട്. അവിടെയും ആദിശക്തിയാണ്, ആദികുമാരിയാണ് കാണിക്കുന്നത്. ശിവൻ തന്റെ ശക്തികളിലൂടെ അസുര നിഗ്രഹം നടത്തുന്നതായിട്ടും ദേവലോകം വീണ്ടെടുക്കുന്നതുമായിട്ടാണ് കഥകളെല്ലാം തന്നെ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ നവരാത്രി സമയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നവരാത്രിക്കും ഈ ഐതിഹ്യങ്ങൾക്കും അതുമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഈ നവരാത്രി കാലത്ത് അനുഷ്ഠിക്കേണ്ട പ്രാക്ടിക്കൽ ജീവിതത്തിൽ വെക്കേണ്ട അറ്റൻഷൻ ഏതെല്ലാം വിഷയങ്ങളിലേക്കാണെന്ന് നോക്കാം. അപ്പൊ നോക്കൂ, കഥയിൽ പറയുന്നത് പോലെ മധു, കൈഠവൻ അസുരന്മാരുടെ പിടിയിലാണ്ടു ലോകം. ദേവലോകം അസുരന്മാരെ പിടിച്ചെടുത്തു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മനുഷ്യ ജീവിതത്തിന്റെ ചരിത്രം നോക്കിയാല് ആദ്യകാലം സൃഷ്ടിയുടെ ആരംഭത്തില് ഇവിടെ ഉണ്ടായിരുന്ന മാനവനിലെല്ലാം ദൈവിക സംസ്കാരം ഉണ്ടായിരുന്നു, ഡിവിനിറ്റി ഉണ്ടായിരുന്നു, നന്മ നിറഞ്ഞവരായിരുന്നു. ആ നന്മകൾ നമുക്ക് എപ്പോ നഷ്ടപ്പെട്ടു? ഈ മധു, കൈഠവന്മാരുടെ പിടിയിൽപ്പെട്ടതോട് കൂടിയിട്ടാണ്. അതായത് കൽപ്പാന്ത കാലത്തില്, ചതുർയുഗങ്ങളുടെ അവസാന കാലഘട്ടത്തില്, കലിയുഗത്തിന്റെ അന്തിമ ചരണത്തില് ഇപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കണ? ഇപ്പോഴും അതേപോലെ കലിയുഗത്തിന്റെ അവസാന സമയമല്ലേ? ഈ സമയത്ത് ലോക ജനതയെ, നമ്മള് മാനവരെ എല്ലാം പിടിച്ചിരിക്കുന്ന അസുരന്മാരാരെല്ലാമാണ്? ആ മധു, കൈഠവന്മാരാണ് കാമം, ക്രോധം അല്ലെങ്കിൽ രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ദുർവികാരങ്ങളാകുന്ന അസുരന്മാരുടെ പിടിയിലല്ലേ നമ്മളെല്ലാവരും? കൊച്ചുകുട്ടികളിൽ നിന്ന് നോക്കൂ,
ചെറുപ്പക്കാരാകട്ടെ, മുതിർന്നവരാകട്ടെ, പൈസയുള്ളവരാകട്ടെ, പൈസ ഇല്ലാത്തവരാകട്ടെ, പദവിയിലിരിക്കുന്നവരാകട്ടെ, നമ്മൾ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും മാനവ മനസ്സുകൾക്കുള്ളില് എല്ലാവരുടെയും മനസ്സുകള്, മനോവികാരങ്ങള് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാമവും ക്രോധവും ലോഭവും മോഹവും അഹങ്കാരവും, ഈ ദുർവികാരങ്ങളാണ്, ഈ അസുരന്മാരാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ചിരിക്കുന്നത്. എപ്പോ ഈ അസുരന്മാരുടെ പിടിയിൽ പെട്ടോ നമ്മുടേതായ ഒറിജിനൽ സ്വഭാവം, നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ, നമ്മുടേതായ ഡിവൈൻ ക്വാളിറ്റീസ്, ദിവ്യമായ ഗുണങ്ങളും ശക്തികളും നമ്മുടെ സ്വഭാവങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതല്ലേ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ തന്നെ നോക്കൂ, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. എല്ലാ ബന്ധങ്ങളിലും അച്ഛനമ്മയാകട്ടെ, മാതാപിതാക്കളും മക്കളുമാകട്ടെ, എല്ലാ ബന്ധങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മളിലെ നന്മകൾ തന്നെയല്ലേ, സ്വഭാവങ്ങൾ തന്നെയല്ലേ. അപ്പോ ഈ അസുര സ്വഭാവങ്ങളുടെ, ദുർവികാരങ്ങളുടെയും ദുശീലങ്ങളുടെയും ദുസ്വഭാവങ്ങളുടെയും പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സ്വയം സർവശക്തിവാനായ പരമാത്മാ ഈ ഭൂമിയിലേക്ക് വരികയും ഈശ്വരൻ നമുക്ക് നൽകുന്നത് അറിവാണ്, ജ്ഞാനത്തിന്റെ കലശമാണ് നമുക്ക് നൽകണേ. ഭഗവാൻ ആ അറിവ് നൽകി ആദി കന്യകയിലൂടെ, കുമാരിമാരിലൂടെ അസുര നിഗ്രഹം നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരൻ നമുക്ക് ജ്ഞാനം നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ബുദ്ധിയാകുന്ന കലശം പവിത്രമായിരിക്കണം. കുമാരി അർത്ഥം പവിത്രതയുടെ ശക്തിയാണ്, പ്യൂരിറ്റിയുടെ പവർ വേണം. എങ്കിലേ അറിവ് പോലും നമ്മുടെ ഉള്ളിൽ പോയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അറിവ് കൊണ്ട് നമുക്ക് പ്രബുദ്ധരാകണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്ലസും മൈനസും തിരിച്ചറിയാൻ, നമ്മുടെ ഉള്ളിലെ അസുര സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ, മറ്റുള്ള അസുര സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക്, മറ്റസുരന്മാരുടെ പിടിയിൽപ്പെട്ട് നമ്മുടെ ജീവിതം നാമാവിശേഷമാകാതിരിക്കാനും നമുക്ക് നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയാനും ശക്തി വേണം. അതുകൊണ്ട് അതിനെല്ലാം നമുക്ക് ബുദ്ധിയാകുന്ന കലശത്തിൽ ജ്ഞാനം ഉൾക്കൊള്ളണം. ജ്ഞാനം ഉൾക്കൊള്ളണേ നമ്മുടെ ഉള്ളിൽ നിർമ്മലമായിരിക്കണം, അഴുക്കില്ലാതിരിക്കണം. അതാണ് ആദി കന്യക എന്ന് പറയുന്നത്. കന്യകാത്വം എന്ന് പറയുന്ന പവർ ഓഫ് പ്യൂരിറ്റിയാണ്, പരിശുദ്ധിയുടെ ബലമാണ്. ആ ബലം നമുക്കുണ്ടെങ്കിലേ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റൂ, നമുക്ക് അനേകരെയും രക്ഷിക്കാൻ പറ്റും. ആ കർത്തവ്യം ഈ കൽപ്പാന്ത കാലത്തിൽ സ്വയം സർവശക്തിവാൻ, സ്വയം ശിവപരമാത്മാവ് ഈ ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നവരാത്രി വേളയിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണേ? ആദ്യ ദിവസം തന്നെ കലശം സ്ഥാപിക്കുകയാണ്. ഏതാ കലശം? നമ്മുടെ ബുദ്ധിയാണ് ആ കലശം. ബുദ്ധിയിലേക്ക് വരേണ്ടത് ജ്ഞാനമാണ്. ആ കലശത്തിൽ നിറയ്ക്കേണ്ടത് അറിവാണ്. ഏതറിവ്? ജ്ഞാന കലശം സ്ഥാപിച്ചതിന് ശേഷം അഖണ്ഡ ദീപമാണ്. അപ്പൊ ദീപം തെളിഞ്ഞിരിക്കണം. ദീപം തെളിയിക്കാനുള്ള ജ്ഞാനമാകുന്ന എണ്ണ നമ്മുടെ ബുദ്ധിയിൽ വേണം. ജ്ഞാനം അർത്ഥം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഇരുട്ട്. മനസ്സുകൾക്കുള്ളിലെ ഇരുട്ടെന്താണ്? അജ്ഞാനത്തിന്റെ ഇരുട്ട്. നമുക്ക് നമ്മളാരാണെന്ന് തിരിച്ചറിയുന്നില്ല, നമ്മുടെ കൂടെയുള്ളവരാരാണെന്ന് തിരിച്ചറിയുന്നില്ല. ഞാൻ ചെയ്യേണ്ടത് തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നത് ഓരോന്നും ശ്രേഷ്ഠ കർമ്മങ്ങളാണോ? വികർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തെറ്റുകളും എന്നിൽ നിന്ന് സംഭവിക്കുന്നില്ലല്ലോ. ഇതെല്ലാം മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് ജ്ഞാനത്തിന്റെ ആവശ്യം. ആ ജ്ഞാനം ആകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ, മനസ്സുകൾക്കുള്ളിലെ ഇരുട്ട് നീങ്ങി കിട്ടുന്നത്. അതുകൊണ്ട് ഈ നവരാത്രി വേളയിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകേണ്ട, നമ്മുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട എണ്ണ, തിരിച്ചറിവിന്റെ വെളിച്ചം നമുക്കുണ്ടാക്കി തരുന്ന ആ ജ്ഞാനം, ഞാൻ ആരാണ്? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. നമുക്ക് ആദ്യം തെളിഞ്ഞു വരുന്ന ഉത്തരം എന്താണ്? ഞാൻ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ്. സ്ത്രീ പുരുഷൻ ഇതെല്ലാം കേവലം നമ്മുടെ ഈ ശരീരമാകുന്ന വസ്ത്രത്തിന്റെ ഐഡന്റിഫിക്കേഷൻ മാത്രമല്ലേ. നമ്മൾ കേവലം ഈ ദേഹം മാത്രമാണ്. ആലോചിച്ച് നോക്കൂ. ഞാൻ ഞാൻ ഞാനെന്ന് രാവിലെ മുതൽ നമ്മൾ എത്ര തവണ പറയും? ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണാണോ? ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കൈയാണോ? എന്റെ കൈ എന്നല്ലേ നമ്മൾ പറയണേ. എന്റെ കണ്ണ്, എന്റെ തല, എന്റെ ശരീരം എന്ന് പറയണേ.
എന്റെ ശരീരം എന്നീ ശരീരത്തിനുള്ളിൽ ഇരുന്ന് ആരാ പറയുന്നത്? ഞാൻ. അപ്പൊ ആരാണ് ഞാൻ? ആ ഞാൻ ചൈതന്യമാണ്. ദേഹം ഒരു കാറ് മാത്രമാണെങ്കിൽ ഇതിനെ ഓടിക്കുന്ന ഡ്രൈവർ നമ്മുടെ മനസ്സ്. ആത്മാവാണ് ഞാൻ. ആത്മാവാകുന്ന എന്റെ രഥം മാത്രമാണ് ഈ ശരീരം. ശരീരം നശ്വരമാണ്. ഇത് മണ്ണാണ്, മണ്ണോട് ചേരും. ഞാൻ അനശ്വരമായ ഊർജമാണ്. ദേഹം ഒരു വിളക്ക് മാത്രമാണ്. ഇതിൽ തെളിയുന്ന ദീപമാണ്. ആത്മദീപമാണ് ഞാൻ. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ചിരാത് മാത്ര. ഇതിൽ തെളിയുന്ന വെളിച്ചം ദീപമാണ് ഞാൻ. ഈ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാൻ വെളിച്ചമാണെന്ന ബോധം, ഊർജമാണെന്ന ബോധം, അനശ്വര ചേതനയാണെന്ന ബോധം. ആ അനശ്വര ചേതന സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. കാരണം അത് എനർജിയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് ലൈറ്റ്. ഒരു പ്രകാശ ബിന്ദുവാണ്, ഊർജ കണമാണ്. ആ വെളിച്ചത്തിലുള്ളത്, എനർജിയിലുള്ളത്, ആത്മാവാകുന്ന എനർജിയിലുള്ളത് പവറാണ്, ശക്തിയാണ്. ആത്മശക്തിയുമല്ല നമ്മൾ പറയുന്നത്. ആത്മാവിലുള്ളത് ഊർജം, ശക്തിയാണ്. ആത്മാവിലുള്ളത് വാല്യൂസ് ആണ്, ഗുണങ്ങളാണ്. ഗുണങ്ങളും ശക്തികളും ചേരുന്ന ഊർജത്തിന്റെ പേരാണ് ആത്മാവ്. ആ എനർജിയാണ് ഞാനെന്ന ബോധം വരുമ്പോൾ സ്ത്രീ പുരുഷൻ ശരീരത്തിലെ വ്യത്യാസമുള്ളൂ, വണ്ടിയുടെ മോഡലിലെ വ്യത്യാസമാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരത്തിൽ കുടികൊള്ളുന്ന ഊർജം ആത്മചൈതന്യമാണെന്നും ചൈതന്യമായ ഞാൻ ശക്തിയാണെന്നും എൻ്റെ ഉള്ളിലുള്ളത് നന്മകളാണ്, ഗുണങ്ങളാണ്. ഈ ബോധം നമുക്കുണ്ടാകുമ്പോൾ സ്ത്രീ പുരുഷൻ, ഹിന്ദു മുസൽമാൻ, ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ, അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നവര്, തമിഴ് സംസാരിക്കുന്നവർ, ഇതെല്ലാം കേവലം നമുക്ക് ആത്മാവാകുന്ന ഈ ഊർജത്തിന് ശരീരമാകുന്ന ഈ വണ്ടി കിട്ടിയപ്പോ ഈ ഡ്രൈവർ ഈ വണ്ടിയിലിരുന്ന് ഓടിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്ന പാർട്ടിലെ വ്യത്യാസം മാത്രമാണിത്. അതുകൊണ്ട് ഈ മഹാനവരാത്രി സമയം നമുക്കെല്ലാവർക്കും നമ്മുടെ ദൃഷ്ടികോണിൽ ഈ മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ്. സ്ത്രീ പുരുഷൻ എന്ന കണ്ണ് മാറ്റിയിട്ട് ആൺകുട്ടി പെൺകുട്ടി നോക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ചഞ്ചലത വരുന്നത്. ഉടനെ കാമമാകുന്ന ആ മധു കൈഢവൻ നമ്മളെ പിടിക്കും. അല്ലെങ്കിൽ ശത്രു മിത്രം, ഉടൻ തന്നെ നമുക്ക് എല്ലാവർക്കും ശത്രുത വരും. എന്നോട് അങ്ങനെ ചെയ്തില്ലേ? അപ്പോ കാമവും ക്രോധവുമാകുന്ന മധു കൈഢവൻ എന്ന അസുരന്മാരുടെ പിടിയിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ദൃഷ്ടികോണിലൊരു മാറ്റം വരണം. നമ്മുടെ ദൃഷ്ടികോൺ, നമ്മൾ സ്ത്രീ പുരുഷൻ ശത്രു മിത്ര ഹിന്ദു മുസൽമാൻ, ഇവര് കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ ഇവര് കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ലെങ്കിൽ ഇവര് കറുത്തവരാണ്, വെളുത്തവരാണ്, ഈ ജാതി മത വർഗ രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം അതീതമായി ഇതെല്ലാം കേവലം നമ്മുടെ ഈ നാടകത്തിലെ റൂളിലെ വ്യത്യാസം മാത്രമാണ്, ആശയങ്ങളിലെ വ്യത്യാസം മാത്രമാണ്, അത് നമ്മുടെ കിട്ടിയ പാർട്ടിലെ വ്യത്യാസം മാത്രമാണ്. നമ്മളെല്ലാവരും ആത്മീയമായ ഊർജമാണെന്ന് ബോധം വരുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചഞ്ചലതകൾ നമുക്ക് മുക്തമാകും. വികാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിക്ഷോഭങ്ങൾ, ആ വികാര വിക്ഷോഭങ്ങളാകുന്ന അസുരന്മാരുടെ മേലെ നമുക്ക് വിജയം കിട്ടും. അതുകൊണ്ടാണ് ഈ വേള കന്യാപൂജയുടെ വേളയായിട്ടാണ് നമ്മൾ കൂടുതലും ആഘോഷിക്കുന്നത്. ഒരു ദിവസം, അഷ്ടമി ദിവസം കന്യാപൂജയാണ്. കന്യകമാരെ പൂജിച്ചവർക്ക് ദക്ഷിണയും നമ്മൾ കൊടുക്കും. അതോടുകൂടി എല്ലാ വർഷവും നവരാത്രിക്ക് കന്യകയെ പൂജിച്ചവർക്ക് ദക്ഷിണ കൊടുക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ കടമ തീർന്നു എന്ന് നമ്മളാരും വിചാരിക്കരുത്. നമ്മുടെ ഈ ഭാരതനാടിന്റെ മഹത്തായ സംസ്കാരത്തെ കാണിക്കാനത് എല്ലാ കുട്ടികളെ പ്രതിയും, ഓരോ പെൺകുട്ടികളെ പ്രതിയും നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാർക്കും, അത് ചെറിയ ആൺകുട്ടികളാകട്ടെ, യുവാക്കളാകട്ടെ, പ്രായമായവരാകട്ടെ, എല്ലാ പുരുഷന്മാർക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും പ്രതി ഉണ്ടായിരിക്കേണ്ട പവിത്രമായ ഒരു ദൃഷ്ടികോണാണ് അവിടെ കാണിക്കുന്നത്. ശുദ്ധമായ സ്നേഹവും റെസ്പെക്റ്റും, പ്യുവർ ലവ് ആൻഡ് റെസ്പെക്റ്റ് നമുക്ക് നമ്മുടെ എല്ലാ സഹോദരിമാരെ പ്രതിയും, എല്ലാ അമ്മമാരെ പ്രതിയും, എല്ലാവരെ പ്രതി ഉണ്ടാകേണ്ട പവിത്രമായ ദൃഷ്ടികോണാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ സ്വന്തം അമ്മമാരോട്, സ്വന്തം പെങ്ങന്മാരോട് നമ്മൾ എങ്ങനെ പെരുമാറുക? അവരെ പ്രതി നമ്മുടെ ദൃഷ്ടികോണം എന്താണ്? മറ്റൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ റോഡിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ അവരെ പ്രതി തെറ്റായ ഒരു ദൃഷ്ടികോണം വരുന്നു? അവിടെ പ്രവർത്തിക്കുന്നത് ഈ അസുര സ്വഭാവങ്ങളാണ്.
ശരീരത്തിലേക്ക് സ്ത്രീ, ആ ബോധമാണ് നമ്മുടെ മനസ്സിൽ കാമവികാരത്തിന്റെ ആസക്തിയുടെ ചഞ്ചലത ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ നവരാത്രിക്ക് നമ്മളുടെ എല്ലാവരുടെ ഉള്ളില്, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ എല്ലാവരുടെ ഉള്ളില് ഈ ഒരു ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ വ്രതം നമ്മൾ എല്ലാവരും എടുക്കണം. കാരണം നവരാത്രിക്ക് വ്രതം എടുക്കലും പ്രധാനമാണല്ലോ. ബുദ്ധിയാകുന്ന കലശത്തില് ആത്മജ്ഞാനം നിറച്ച് അഖണ്ഡ ദീപം തെളിയിക്കാൻ. ഏത്? ബോധമാകുന്ന ദീപം. ഞാനും ഒരു ആത്മചൈതന്യമാ. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നത് ആത്മാവാകുന്ന ദീപമാണ്. ആത്മദീപങ്ങളെല്ലാം പരമാത്മാവിന്റെ, ശിവന്റെ ശക്തികളാണ്. സർവശക്തിവാന്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരാളുടെ മക്കളാണ്. ആ ഒരു ബോധം വരുമ്പോൾ അഖണ്ഡ ദീപം തെളിയും. ആത്മബോധത്തിന്റെ അഖണ്ഡ ദീപം തെളിയിക്കണം നമുക്ക്. ആ ദീപം തെളിയിക്കുമ്പോൾ വ്രതശുദ്ധി നിലനിൽക്കും. നിർമ്മലമായ ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ വ്രതം എന്ന് പറഞ്ഞ ഋതം, ജീവിതത്തിൽ ഒരു താളാത്മകത ഉണ്ടാവും. ഒരിക്കലും ട്രാക്ക് തെറ്റി നമ്മളാരും സഞ്ചരിക്കില്ല. ജീവിതത്തിൻ്റെതായ ഡിസിപ്ലിൻസിൽ നമ്മൾ പോകും. ഒപ്പം ഓരോ കന്യകമാർക്കും ഈ വേളയിൽ ഉണ്ടായിരിക്കേണ്ട സ്വാഭിമാനം, സെൽഫ് റെസ്പെക്ട് എന്തായിരിക്കണം? ഞാനൊരു പെൺകുട്ടിയാണ്. സ്കൂൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഞാനൊരു ചൈതന്യമാണ്, ശിവശക്തിയാണ്, സർവശക്തിവാന്റെ സന്താനമാണ്. ഓരോ ഷീയിലും, ഷീ SHE എന്നാണ് പറയാം, ഷീക്കുള്ളിൽ തന്നെ ഒരു ഹി ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരം കൊണ്ട് മാത്രമാണ് സ്ത്രീ, പക്ഷെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം, ഞാൻ ആത്മസ്വരൂപമാണ്. ആത്മാവിനെ പുരുഷൻ എന്നാ പറയുന്നത്. ആ ചൈതന്യ ബോധം വന്നാൽ എന്തായി? ഞാൻ പെൺകുട്ടിയാണെന്നുള്ള ചിഹ്നങ്ങൾ പിന്നീട് നമുക്കുണ്ടാവില്ല. ആൺകുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചഞ്ചലരാകില്ല. സ്കൂൾ കോളേജിൽ പോണ നമ്മൾ എന്തിനാണ്? ഏതെങ്കിലും ആൺകുട്ടികളെ കണ്ട് ഉടനെ ചഞ്ചല ചിത്രയായി അവരുടെ പിന്നാലെ ചുറ്റിത്തിരിയാനല്ലല്ലോ നമ്മളൊരു സ്കൂളിലും കോളേജിലും പോണേ. നമുക്കുള്ള ആൺകുട്ടികളെ തേടിയോ, നമുക്കുള്ള വരനെ തേടിയോ, പ്രിയതമനെ തേടിയോ അല്ലല്ലോ നമ്മൾ സ്കൂളിലേക്ക് പോണേ. നമ്മളെ നമ്മുടെ അച്ഛനമ്മമാര് സ്കൂൾ കോളേജിലേക്ക് എന്തിനാ അയക്കണേ? പഠിക്കാനാണ്. സ്കൂൾ കോളേജ് എന്ന് പറഞ്ഞ ഒരു സരസ്വതി ക്ഷേത്രം എന്നാ പറയണേ. അവിടെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആ പഠിപ്പ്, വിദ്യ, അറിവ് നമ്മുടെ ഉള്ളില്, ജ്ഞാനം നമ്മുടെ ബുദ്ധിയാകുന്ന കലശത്തിലേക്ക് നിറയണമെങ്കിൽ നമുക്ക് കന്യകാത്വം വേണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആദ്യം നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം സമ്പൂർണ്ണ ബ്രഹ്മചര്യ കാലഘട്ടമായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ പോലും 25 വർഷം ബ്രഹ്മചര്യത്തോടുകൂടി മനസ്സ വാച കർമ്മണ, ഒരു അശുദ്ധമായ ചിന്ത പോലും കൊണ്ടുവരാത്ത ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ മാത്രമേ ഒരു വിവാഹം കഴിച്ചൊരു നല്ല കുടുംബജീവിതം ജീവിക്കാനുള്ള അവകാശമുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം പരമപവിത്രമായ ലക്ഷ്യം മുന്നിൽ വെച്ച് പഠിച്ച് നല്ലൊരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുക, അതിന് നമ്മൾ പഠിക്കാൻ പോണേ. ആ ലക്ഷ്യത്തോടു കൂടി ഓരോ കന്യകമാരും, ഓരോ കുമാരന്മാരും, ഓരോ നമ്മുടെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടുള്ളതായിരിക്കും. ഒരിക്കലും ഫോക്കസ് തെറ്റി നമ്മൾ അലഞ്ഞു തിരിയരുത്. അലഞ്ഞു തിരിഞ്ഞാൽ, ആരുടെയെങ്കിലും പിന്നാലെ അലഞ്ഞു തിരിഞ്ഞുള്ള നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് അലച്ചിൽ കൊണ്ടുവന്ന് തരും. ഈ നവരാത്രി കാലഘട്ടം കന്യക പൂജ ചെയ്യുന്ന എല്ലാ ഭക്തരും, അത് അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും, എത്ര ഭക്ത ആത്മാക്കളുണ്ടോ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്, നമ്മൾ അഷ്ടമി ദിവസം കന്യകമാരെ പൂജ ചെയ്യുന്നു. പക്ഷേ ഒരച്ഛനും അമ്മയ്ക്ക് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ, ഒരു പെൺകുട്ടിയാണ് നമുക്ക് ജനിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ ജനിച്ചതെന്ന് അറിയുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാണ്? സന്തോഷത്തോടു കൂടിയാണോ നമ്മൾ ആ കുട്ടിയെ സ്വീകരിക്കുന്നത്? വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ അവര് അച്ഛനും അമ്മയും കൂടി, ഭാര്യയും ഭർത്താവും കൂടി, എനിക്കൊരു ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം, എങ്ങനെയുള്ള ചിന്തകളും ഡിസ്കഷൻസുമാണ് നമ്മൾ നടത്താറുള്ളത്? പെൺകുട്ടി വേണ്ട, ആൺകുട്ടി മതി. എന്താ കാരണം? എന്തുകൊണ്ട് നമുക്ക് പെൺകുട്ടിയെ സ്വീകരിക്കാൻ പറ്റണില്ല? നമ്മൾ ആലോചിച്ച് നോക്കണം. ഭാര്യയും ഭർത്താവും ചിന്തിക്കൂ, ഓരോ അച്ഛന്മാരും ചിന്തിക്കണം, കൂടെ ഭാര്യയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ജന്മം തന്ന മാതാവ് അതൊരു സ്ത്രീയല്ലേ? അപ്പൊ ഭാര്യയായിട്ട് ഇരിക്കുന്നത് ഒരു സ്ത്രീയാണ്, എനിക്ക് ജന്മം തന്നത് ഒരു മാതാവ്, അതും ഒരു സ്ത്രീയാണ്.
അപ്പൊ ഇതിനെല്ലാം സ്ത്രീകൾ വേണം, പക്ഷെ എനിക്ക് പെൺകുട്ടി ജനിക്കാൻ പാടില്ല. എത്ര വിരോധാഭാസമാണ് നമ്മുടെ ചിന്താഗതികൾ, എത്ര പ്രാകൃതമാണ് നമ്മുടെ ചിന്താഗതികൾ. അതുകൊണ്ട് അച്ഛനും അമ്മയായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തുടങ്ങുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളില് ആദ്യം വരേണ്ട സങ്കല്പം, എനിക്കൊരു നല്ല കുട്ടി ജനിക്കണം. അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഒരു നല്ല കുട്ടി ജനിക്കണം. അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും നമ്മുടെ ഈ നാടിനും നമ്മുടെ ലോകത്തിനും നന്മയുടെ വിത്തുകൾ വിതച്ച് കടന്നു പോകാൻ കഴിയുന്ന ഒരു നല്ല സന്താനം ജനിക്കണം എന്നുള്ള സങ്കല്പത്തോടു കൂടി വേണം നമ്മളൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും ഭ്രൂണം ടെസ്റ്റ് ചെയ്യാൻ പോവില്ല. ഇപ്പൊ നിയമപരമായിട്ട് ഭ്രൂണം പരിശോധിക്കുന്നത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര ഭ്രൂണഹത്യകൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്, പെൺകുട്ടികളാണെന്നതിന്റെ പേരിൽ മാത്രം. അത് മാത്രല്ല, ഇനി ജനിക്കാൻ പോണത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞൂന്നിരിക്കട്ടെ, അപ്പൊ അച്ഛനമ്മമാരുടെ മനസ്സിൽ ആ കുട്ടിയെ പ്രതി തിരസ്കാരം തോന്നുന്നു. അയ്യോ, എനിക്ക് ആൺകുട്ടിയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, ഷോ പെൺകുട്ടിയാണല്ലോ വന്നത്. നമ്മുടെ മനസ്സിൽ, കുടുംബത്തില് നമ്മൾ മനസ്സുകൊണ്ട് ആ കുട്ടിയെ ഗർഭത്തിയിരിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലൊരു മൂഡ് ഓഫ്, ഒരു നിരാശ ഉണ്ടായെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെ തിരസ്കരിക്കും പോലെയാണ്. ആ കുട്ടി പുറത്തു വന്ന്, എന്തായാലും ആ കുട്ടി പുറത്തു വന്ന് വളരുമ്പോ ആ പെൺകുട്ടി അനുസരണകെട്ട കുട്ടിയായിട്ട് മാറും. കാരണം എന്താ, ആ കുഞ്ഞ് ഗർഭത്തിരിക്കുമ്പോ തന്നെ നമ്മൾ തിരസ്കരിച്ചല്ലേ, നമ്മൾ തിരസ്കരിച്ചതല്ലേ. പെൺകുട്ടിയല്ല, എനിക്ക് ആൺകുട്ടിയാണ് വേണ്ടത്. അപ്പൊ ജീവിതയാത്രയിൽ ആ പെൺകുട്ടിയും തീർച്ചയായിട്ടും അച്ഛനമ്മമാരെ തിരസ്കരിക്കുന്ന കുട്ടിയായിട്ട് മാറും. ഇതെല്ലാം സൂക്ഷ്മമായ കർമ്മത്തിന്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഓരോ കുടുംബത്തിലും ഓരോ അച്ഛനമ്മമാരും ഈ കാര്യത്തിൽ, കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ പോകുന്ന ഓരോരുത്തരും വിവാഹ ജീവിതത്തില്, വിവാഹത്തിന് ശേഷം വളരെയധികം ശ്രദ്ധ വയ്ക്കണം. മനസ്സിൽ സദ്വിചാരങ്ങൾ കൊണ്ടുവരൂ. ഒരു നല്ല സന്താനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യൂ. പ്രാർത്ഥനയോടുകൂടി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. അപ്പൊ ഒരു നല്ല കുട്ടി വന്ന് നമുക്ക് ജനിക്കും, നല്ല കുട്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, പെൺകുട്ടികളെ പഠിപ്പിക്കൂ, പെൺകുട്ടികളെ രക്ഷിക്കൂ, ഈ മുദ്രാവാക്യം മുഴക്കിയിട്ട് പുതിയ പ്രോജക്റ്റുകളും റാലികളും ഒന്നും സംഘടിപ്പിക്കേണ്ടി വരുമായിരുന്നില്ല. അതുപോലെ നമ്മള് ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മേ ദേവി ശരണം എന്ന് പറഞ്ഞ് നമസ്കരിക്കാറുണ്ട്. പക്ഷേ സ്വന്തം അമ്മമാരോട് നമ്മുടെ മുത്തശ്ശിമാരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു? നമ്മുടെ അമ്മായിയമ്മ, നമ്മുടെ മുത്തശ്ശി, നമ്മുടെ വീട്ടിലുള്ള പ്രായമായവര്, അവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു? ക്ഷേത്രത്തിൽ പോയി അമ്മയെ ദേവി ശരണം എന്ന് പറഞ്ഞ് പാദ നമസ്കാരം ചെയ്യും. സ്വന്തം വീട്ടിലെ ചൈതന്യ ദേവി ഇരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ നമുക്ക് ശരണം തന്ന അമ്മ, ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഭാര്യമാര്, പെങ്ങന്മാര്, നമ്മുടെ മക്കള്, അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? അവരെ നമ്മൾ കണ്ണീര് കുടിപ്പിച്ചിട്ട്, അവരുടെ കണ്ണീര് നമ്മുടെ വീട്ടിൽ വാർന്നു വീണിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി അമ്മയെ ദേവി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടുക? ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് അനുഗ്രഹം നമ്മൾ വാങ്ങണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവദാനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഏതേത് വീടുകളില് സ്ത്രീകൾക്ക് പൂജ കിട്ടുന്നു, പൂജ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, ദിവസവും നമ്മൾ പൂക്കളെടുത്ത് അമ്മമാരെ പൂജിക്കണം, ഭാര്യയെ പൂജിക്കണം എന്നല്ല. മനസ്സുകൊണ്ടുള്ള പുഷ്പങ്ങള്, വാക്കുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നമുക്ക് പുഷ്പാർച്ചന നടത്താമല്ലോ. നല്ല വാക്കും നല്ല പെരുമാറ്റവും നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അർച്ചന. ആ രീതിയിലൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് വന്ന ആരുടെയും കണ്ണീര് വീടുകളിൽ വീഴില്ല. നമ്മുടെ വീടുകളിൽ കണ്ണീര് വീഴാതായാൽ നമ്മുടെ നാട് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ഇപ്പോ പ്രളയ ദുരന്താകട്ടെ, മറ്റു ദുരന്തങ്ങളാകട്ടെ, പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, ഇതെല്ലാം ഉണ്ടാകുന്നതില് ഈ കണ്ണീരുകൾക്കും ഒരു പങ്കുണ്ട്, വേദനകൾക്കും ഒരു പങ്കുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തില് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നവരാത്രി പൂജ ചെയ്ത് എല്ലാ വർഷവും നവരാത്രിക്ക് മാത്രം കന്യകമാരെ പൂജ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ പാർട്ട് തീരുന്നില്ല, റോള് തീരുന്നില്ല. ഓരോ അമ്മമാരുടെ ഉള്ളിലും, ഓരോ പുരുഷന്മാരുടെ ഉള്ളിലും, ഓരോ പെൺകുട്ടികളുടെ ഉള്ളിലും നമുക്ക് ചെയ്യേണ്ട കർത്തവ്യബോധം ഉണ്ടാകണം. അവസാനമായിട്ട് ഓരോ കന്യകമാരുടെയും കുമാരിമാരുടെ ഉള്ളില്, സ്വയം അമ്മമാരാകട്ടെ കന്യകമാരാകട്ടെ, നമ്മൾക്ക് എല്ലാവരും, പ്രത്യേകിച്ചും സ്ത്രീകളുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ അവബോധം ഉണ്ടാകണം.
ആരെങ്കിലും നമ്മളെ എംപവർ ചെയ്യും എന്ന് കാത്തിരിക്കരുത്. നമുക്ക് സ്വയം സശക്തരായി മാറണം. അതിനാണ് ഈ മഹാശിവരാത്രി. ജ്ഞാനം ബുദ്ധിയിൽ വെച്ച് സർവശക്തിവാനുമായിട്ട് ശിവനിൽ നിന്ന് ശക്തിയെടുത്ത് സർവശക്തിവാനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ആന്തരിക ശക്തികളുടെ വികാസം ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ ആത്മചൈതന്യത്തിന്റെ ദീപം സദാ തെളിഞ്ഞിരിക്കണം. മൂന്നാമത്തത് വ്രതശുദ്ധി. ജീവിതത്തിൽ എപ്പോഴും ശുദ്ധി ഉണ്ടാകണം. പരിശുദ്ധിയുടെ ബലം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ജ്ഞാനബലവും സർവശക്തിവാനിന് കിട്ടുന്ന യോഗബലവും പരിശുദ്ധിയുടെ ബലവും ചേർന്ന് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതയാത്ര സുഗമമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ കർമ്മമണ്ഡലം എവിടെയാണിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി അമ്മയെ ദേവി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടുക? ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് അനുഗ്രഹം നമ്മൾ വാങ്ങണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവദാനാൻ. അതുകൊണ്ട് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഏതേത് വീടുകളില് സ്ത്രീകൾക്ക് പൂജ കിട്ടുന്നു, പൂജ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ദിവസവും നമ്മൾ പൂക്കളെടുത്ത് അമ്മമാരെ പൂജിക്കണം, ഭാര്യയെ പൂജിക്കണം എന്നല്ല. മനസ്സുകൊണ്ടുള്ള പുഷ്പങ്ങള്, വാക്കുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നമുക്ക് പുഷ്പാർച്ചന നടത്താമല്ലോ. നല്ല വാക്കും നല്ല പെരുമാറ്റവും നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അർച്ചന. ആ രീതിയിലൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് വന്ന ആരുടെയും കണ്ണീര് വീടുകളിൽ വീഴില്ല. നമ്മുടെ വീടുകളിൽ കണ്ണീര് വീഴാതായാൽ നമ്മുടെ നാട് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ഇപ്പോ പ്രളയ ദുരന്താകട്ടെ, മറ്റു ദുരന്തങ്ങളാകട്ടെ, പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, ഇതെല്ലാം ഉണ്ടാകുന്നതില് ഈ കണ്ണീരുകൾക്കും ഒരു പങ്കുണ്ട്.